അടിപൊളി ഡാൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ താങ്ക് യു ചേട്ടാ. ശരിക്കും ഡാൻസ് സ്കൂൾ അങ്ങനെ നടത്തുന്നുണ്ടോ? ഡാൻസ് സ്കൂൾ നടത്തുന്നില്ല, പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ച് സെറ്റിലായിട്ട് ഒരു ഡാൻസ് സ്കൂളൊക്കെ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. സെറ്റിൽ ആവട്ടെ എന്ന് ഉദ്ദേശിച്ച കല്യാണം കഴിഞ്ഞ് അങ്ങനെയാണ്? അല്ല, വയസ്സാവുമ്പോ. വയസ്സാവുമ്പോഴേ എന്നാലും കല്യാണം കഴിക്കാൻ അയ്യോ, അതിന് ഇനി ഒരുപാട് ഏജ് ഉണ്ട്. ശരി, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചെറിയ ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളർന്നു വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അടിപൊളി ഡാൻസ് ആണ്. ഇത്രയും നേരം ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് വേറൊന്നുമല്ല, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ എങ്ങനെയാണ്, എന്തോരം ആരോഗ്യം സംരക്ഷിക്കുന്നു? തീർച്ചയായിട്ടും ആരോഗ്യം സംരക്ഷിക്കണം. കാരണം എൻ്റെ ഈ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും സൗന്ദര്യവും എല്ലാം ഒരുപോലെ സംരക്ഷിക്കണം. ആരോഗ്യം സംരക്ഷിക്കും. സാധാരണ സിനിമാ നടിമാരെല്ലാം സൗന്ദര്യമല്ലേ സംരക്ഷിക്കുന്നത്, അല്ലേ? ഞാൻ കണ്ടിട്ടുള്ള സത്യം ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചില നായികമാരുണ്ട് ഭയങ്കരമായിട്ട് ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ ഭയങ്കര കെയറാണ്. രാവിലെ വന്നിട്ട് ഒരു സ്പൂൺ ഇഡ്ഡലി, ഒരു സ്പൂൺ വെച്ചിട്ട് ഇഡ്ഡലി ലേച്ചിട്ട് അയ്യോ മതി, എനിക്ക് മതി. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ഒരു സ്പൂൺ ചോറിൽ പിന്നെ എന്തോ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ ആക്കും. പിന്നെ ചപ്പാത്തി കഴിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോളണം അവരുടെ കൈയൊക്കെ. ഇതിപ്പോൾ ഞാൻ ഇടത്തെ കൈ കൊണ്ട് കഴിക്കും, കാരണം വലത്തെ കൈ ഇങ്ങനെ ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ കാൽ ചപ്പാത്തിയൊക്കെ കഴിക്കും ചില നടിമാരൊക്കെ. കാൽ ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ കയ്യിലെങ്ങും പുരണ്ട് കഴിഞ്ഞാൽ എന്തോ വൃത്തികെട്ട സാധനം പോലെയാണ് ആഹാരത്തിന്. ഇതെങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എങ്ങും ടച്ച് ചെയ്യാൻ പാടില്ല, നേരെ വാക്കിയതും ഇങ്ങനെയൊക്കെ കഴിക്കും. കഴിച്ചിട്ട് അവർ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് കാരവാനിലേക്ക് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കാരവാൻ തുറന്നു നോക്കിയപ്പോൾ അവിടെ അങ്ങ് ഇരുന്നിട്ട് ഒരു 10 പൊറോട്ടയും പിന്നെ അതിനൊത്ത ബീഫും ഇതെല്ലാം കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എക്സർസൈസ് ചെയ്യാനായിട്ട് കലൂര് നടക്കാൻ പോകും. പ്രത്യേകിച്ച് ആ റൗണ്ടിൽ പല ആൾക്കാരും വ്യത്യസ്ത രീതിയിലാണ് നടക്കുന്നത്. ചിലരൊക്കെ നടത്ത കണ്ടു കഴിഞ്ഞാൽ ആരെയോ തല്ലിക്കൊല്ല പോകുന്ന കണക്കാ, ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ എക്സർസൈസ്? ആരെ കൊല്ലാൻ പോകുന്നവരാ. ചിലര് വളരെ ഇതായിട്ട് ഇതാ നടത്ത, ഇതിനേക്കാളും വീട്ടിലിരുന്നാ പോരെ. കാര്യം ശരീരം അനങ്ങാതെ നടക്കാൻ പാടില്ല. നമ്മൾ ഫുൾ ബോഡി ഇങ്ങനെ നടക്കണം. എങ്ങനെയാ നടക്കണേ? അല്ല, ഇവരൊക്കെ നടക്കാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് നടക്കും. ചേട്ടാ, നമ്മുടെ ഈ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം ആഹാര രീതിയാണ്. ആഹാരത്തിൽ നിന്നാണ് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അല്ല, ഞാൻ അണുക്കളിൽ നിന്നാണ് അസുഖം ഉണ്ടാവുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അണുക്കളിൽ നിന്നൊക്കെയാണ്, എങ്കിലും അതുകൊണ്ടല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ നന്നായിട്ട് ചൂടാക്കി കഴിക്കുന്നതും വെള്ളമൊക്കെ 100 ഡിഗ്രിയിൽ തന്നെ തിളപ്പിച്ച് കുടിക്കുന്നത്. എങ്ങനെയാണ് ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് എപ്പോഴും ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നതല്ലേ? ഡാൻസ് കളിച്ചിട്ട് ഓടി വന്നിട്ട് പച്ചവെള്ളമാണോ ചൂടുവെള്ളമാണോ കുടിക്കുന്നത്? എന്തായാലും ഉടനെ വെള്ളം കുടിക്കാൻ പറ്റില്ല, കാരണം അത്രയും ഇങ്ങനെ ബ്രീത്ത് ഒക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ട് ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. ഡാൻസ് കണ്ടിട്ട് അല്ല, പേപ്പട്ടിയൊക്കെ കിടന്നു അത്രയ്ക്ക് നമുക്കിങ്ങനെ തൊണ്ട വരളുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു സിപ്പ് കുടിക്കാം. കാരണം നമ്മുടെ ബ്രീത്ത് നോർമൽ ആവുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് പല ബ്രീത്തിങ് പ്രോബ്ലത്തിനും കാരണമുണ്ടാകും. മാത്രമല്ല, തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുന്നത് ശരീരം വലിയാനും അമിതമായിട്ടുള്ള കൊഴുപ്പ് അലിയാനും ശരീരത്തിന് ഗുണം ഉണ്ടാക്കുന്നു. മാത്രമല്ല, ഉഷ്ണേന ശാന്തി എന്നല്ലേ പറയുന്നത്. ഇത്രയും നന്നായിട്ട് സംസാരിച്ച് എനിക്കൊന്ന് ഡോക്ടറിനും കൂടി ചേർക്കാമെന്ന്. ഈ സിനിമാ പണിയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഒരു ഡോക്ടർ ആവാൻ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലേ? പിന്നെ ഈ ചില ആൾക്കാരുണ്ട് ഈ വെള്ളം, ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ട് കുടിക്കുക. അത് കുടിക്കരുത്, കാരണം അത് രോഗം പരത്തുന്നതിന് വലിയൊരു കാരണമാണ്. ഈ പകുതി തിളപ്പിച്ച വെള്ളം ഒരിക്കലും കുടിക്കരുത്. പകുതി ചൂടാക്കിയ വെള്ളത്തില് പകുതി അണുക്കളെ ചത്തിട്ടുണ്ടാവൂ. അപ്പൊ പക കൂടും, വയറ്റിനകത്ത് പോയി വേണ്ട പ്രതികാരമെല്ലാം ചെയ്യും. അതുകൊണ്ട് പകുതി ചത്തതിനെ കുടിക്കരുത് കേട്ടോ. ഈ ഭക്ഷണം കഴിക്കുന്നവരെ പല രീതിയിലും നമുക്ക് തരംതിരിക്കാം. ഒന്ന്, ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആള് യോഗിയായിരിക്കും. ഋഷിവര്യന്മാരൊക്കെ കണ്ടിട്ടില്ലേ? ഒറ്റ നേരം ഭക്ഷണം കഴിക്കും, അതിനുശേഷം അവർ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കും. 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആള് എന്താ വിളിക്കുക? ഭോഗി. നന്നായിട്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് കഴിക്കും. 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളിനെ എന്താ വിളിക്കുക? രോഗി. അപ്പോഴേ ചേട്ടാ, ഈ 4-5 നേരമൊക്കെ കഴിക്കുന്നവർ എന്താ വിളിക്കുക? ദ്രോഹി എന്ന് വിളിക്കണം. പാവപ്പെട്ടവന്മാരെ എല്ലാവരുടെ ആഹാരമല്ല അങ്ങോട്ട് എടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ട് അവരെയൊന്നും വീട്ടിൽ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ് ഇങ്ങനെ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കുന്നത്. രോഗത്തെ നമ്മളിങ്ങനെ മാടി വിളിക്കുകയാണ്. അത് ഒരുപാട് നേരം ഭക്ഷണം കഴിക്കരുത്. കഴിക്കുന്ന ആഹാരം മിതമായിട്ട് ടേസ്റ്റി ആയിട്ട് ഒരല്പം കഴിക്കുക. നന്നായിട്ട് വെള്ളം, എപ്പോഴും വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. എന്നെ പോലെയൊക്കെ ഗ്ലാമർ ആവാൻ. ഇത് എത്ര നേരം കഴിച്ചതിൻ്റെ? എൻ്റെ ദൈവമേ, ഇത് കഴിച്ചതിൻ്റെ അല്ല, ശരിക്കും ഞാനിങ്ങനെ എക്സർസൈസ് ചെയ്ത് മസിൽ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്ന ഫാമിലി പാക്ക്.